ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചെറിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ മലയാറ്റൂരാണ്. മലയാറ്റൂര് അടിവാരത്താണ് ഞാനിപ്പോ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നൊരു റൈഡ് പോകാൻ വേണ്ടി ഇറങ്ങിക്കോണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു റൈഡ് പോയാലാണ് നമുക്കൊരു വൈബുള്ളൂ. നമുക്ക് മാത്രമല്ല നമ്മുടെ വണ്ടിക്കും ഒരു വൈബ് കിട്ടണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു റൈഡ് പോകണം. അപ്പോ നമ്മളിന്ന് പോകുന്ന മലയാറ്റൂര് വഴി അതിരപ്പള്ളിയിലേക്കുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു റൂട്ടാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. മലയാറ്റൂരിൽ നിന്നും പോകുന്നതിന് മുമ്പ് ഇവിടത്തെ കുറിച്ച് വിശേഷങ്ങൾ പറയാം. ജനകോടികൾ മല കയറാനെത്തുന്ന ഒരു സുന്ദര നാടാണ് മലയാറ്റൂർ. 244 കിലോമീറ്റർ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന പെരിയാറിന് കുറുകെയുള്ള കുറിച്ചിലക്കോട് പാലവും കടന്ന് നമ്മളെത്തുന്നത് മലയാറ്റൂരിന്റെ മണ്ണിലേക്കാണ്. മലയാറ്റൂർ ഗ്രാമവും അതിന്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളും കണ്ടുകൊണ്ട് തന്നെ നമുക്ക് യാത്ര തുടരാം. അപ്പൊ അങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്യല്ലേ? പൊളിച്ചെടുക്കുക. ലെറ്റ്സ് ഗോ. കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള വനപാതകളിൽ ഒന്നാണ് മലയാറ്റൂർ. അടിവാരത്തിൽ നിന്നും പ്ലാന്റേഷൻ വഴി അതിരപ്പള്ളിക്ക് പോകുന്ന റൂട്ട്. അടിവാരത്തിൽ നിന്ന് 2 കിലോമീറ്റർ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു ചായക്കട കാണാം. ഇവിടെ നിർത്തി നമുക്ക് ചായ കുടിക്കാം. ഇവിടുന്ന് റൈറ്റിലോട്ട് പോകുന്ന വഴിയാണ് അതിരപ്പള്ളിയിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ റോഡ് സൈഡിലായിട്ട് വണ്ടിക്ക് ശല്യമായിട്ട് ഇതേ കുറെ പശുക്കൾ ഇങ്ങനെ വന്ന് വട്ടം നിൽക്കട്ടോ. നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉപദ്രവിക്കൊന്നുമില്ല. പക്ഷെ ഉപദ്രവിക്കുമെന്ന് നമുക്ക് തോന്നും. കാരണം വലിയ കൊമ്പൊക്കെയായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെറുതായിട്ടൊന്ന് പേടിക്കും. പിന്നെ പോകുന്ന വഴിക്കൊക്കെ വളവങ്ങ ഇത് കൂട്ടായിട്ട് നിൽക്കണ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പേടി തോന്നും. പിന്നെ ഇതികളെ പോയിട്ട് കന്നാലിനെ അല്ലാണ്ട് വേറെ ഒന്നിനും ഞാൻ കണ്ടില്ല കേട്ടോ. എന്റെ അമ്മോ, നിബിഡ വനം എന്ന് പറഞ്ഞാൽ അന്യായ നിബിഡ വനം. സത്യം പറഞ്ഞ ഇതിന്റെ പേരുടെ പേടിയായിട്ട് കേട്ടോ. കാരണം ഒരു മനുഷ്യനില്ല, ഭയങ്കര ഒരു നിശബ്ദതയുടെ ഒരു ഭയങ്കര മൂകമായിട്ടുള്ള ഒരു അവസ്ഥ. വണ്ടികളൊക്കെ വളരെ റെയർ ആയിട്ടാണ് ഇതിലൂടെ പോകുന്നത്. പിന്നെ എന്താ പറയാ, ഭയങ്കര ഒരു ഇരുട്ടാണ്. ഇപ്പൊ സത്യം പറഞ്ഞ ഇതികളൊക്കെ ആന വരുന്ന ഒരു സ്പോട്ടാണ് കണ്ടിട്ട് തോന്നുന്നു. ഇപ്പൊ ഈ വണ്ടി നിർത്തിയിട്ട് ഇപ്പൊ ഈ ഏരിയയിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാട്ടോ നമുക്ക് ഇതികളുള്ള ഒരു യാത്ര. ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഒറ്റയ്ക്ക് തനിച്ച് ബൈക്ക് ഓടിച്ച് ഇങ്ങനെ കാറിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അതൊന്നും വേറെ തന്നെയാണ്. നമ്മൾ വേറെ ഫ്രണ്ട്സിന്റെ കൂടെ വേറെ ആരെങ്കിലും കൂടെ പോകുന്നതല്ല, ഒറ്റയ്ക്ക് നമ്മളിങ്ങനെ ഇച്ചിരി എന്താ പറയുക ആരും ഇല്ലാതെ നമ്മളെ തനിയെ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ ഏകാന്തമായിട്ട് നമ്മൾ മാത്രമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ. നമുക്ക് എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യുമ്പോൾ അത് വേറൊരു ലെവല് സാധനമാണ്, വേറൊരു ഫീലിംഗ് ആണ്. ഇനിയിപ്പോ നമുക്ക് നേരെ സ്ട്രെയിറ്റ് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഇനിയിപ്പോ നേരെ പോയിക്കുമ്പോൾ ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിന്റെ അവിടെ നമ്മൾ വണ്ടി നിർത്തിക്കുകയും അവിടുന്ന് അതിരപ്പള്ളിക്ക് അവരെ കടത്തി വിട്ടാലാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടത്തി വിടും, പക്ഷെ ഞാൻ ഇന്ന് ഇച്ചിരി ലേറ്റ് ആയി പോയി. അതുകൊണ്ട് ഇപ്പൊ ഇന്നത്തെ സമയം ഒരു 4:30 ആകുമ്പോൾ അടച്ചു പോകും. ഇപ്പൊ തന്നെ സമയം 4 മണി ആവാറായി. അപ്പൊ ഞാൻ അതിനു മുമ്പ് അവിടെ ചെന്നാലാണ് ചെക്ക് പോസ്റ്റ് കടത്തി വിടുള്ളൂ. വിടുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് അതിരപ്പള്ളിക്ക് പോകാം. ഇല്ലെങ്കിൽ ആ ചെക്ക് പോസ്റ്റിന്റെ അവിടെയൊക്കെ വന്ന് നമ്മൾ കറങ്ങിയടിച്ച് നമുക്ക് പരിപാടിയൊക്കെ ഇവിടെ തന്നെ അവസാനിപ്പിക്കാം. അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. എന്തായാലും ഒരു വൈബ്, ഒരു ഫോറസ്റ്റ്, ഒരു കാടിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റൂട്ട് തന്നെയാണ് ഈ സ്പോട്ട്. അപ്പൊ പറ്റുന്നവരൊക്കെ മാക്സിമം വരിക. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം. ലെറ്റ്സ് ഗോ. അങ്ങനെ ചെക്ക് പോസ്റ്റ് എത്തി. ഇനി ഇവിടുന്ന് ഒരു 10 രൂപ പാസ് എടുത്തിട്ട് വേണം അതിരപ്പള്ളിക്ക് പോകാൻ. വൈകുന്നേരം ഈ റൂട്ട് തന്നെയാണ് തിരിച്ചു വരുന്നതെങ്കിൽ 7 മണി വരെയാണ് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ കൂടുതലും റബ്ബർ മരങ്ങളാട്ടോ. ഈ കാടിന്റെ ഭൂരിഭാഗം റബ്ബറാണ് പിന്നെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. ഇവിടെ മുതൽ പിന്നെ ആളുകൾ താമസിക്കുന്ന വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഒരു അടിപൊളി സ്കൂള് കണ്ടു. ആ സ്കൂളിന്റെ മുമ്പിൽ ഒന്ന് വണ്ടി നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ പുള്ളിക്ക് ഒരു ചെറിയൊരു മുട പോലെ തോന്നി. പുള്ളി എന്നെ കണ്ടപ്പോൾ അധികം മൈൻഡ് ചെയ്യാതെ ഗേറ്റൊക്കെ അങ്ങ് അടച്ചാരണം അധികം നേരം അവിടെ നിന്നില്ല, അവിടെ നിന്ന് വിട്ട് പോകുന്നു കൈസ്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ട്, നമ്മൾ വണ്ടി നിർത്തരുത്, വന്യമൃഗങ്ങളുടെ ഫോട്ടോ എടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ പോകുന്ന വഴിക്ക് ഇതുവരെ ഒന്നിനെയും കണ്ടില്ല. നമ്മളങ്ങനെ ഇപ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എത്താറായിരിക്കുന്നു. ഇനി വളരെ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അപ്പൊ പോകുന്ന വഴിക്ക് ഞാൻ വീണ്ടും ഒരു വൈബ് കണ്ടപ്പോൾ, വൈബല്ല ആ ഒരു റോഡ് കണ്ടപ്പോൾ നമ്മൾ വീണ്ടും വണ്ടി നിർത്തിയാണ്. എനിക്ക് പെട്ടെന്ന് ഇവിടെ വണ്ടി നിർത്താൻ തോന്നി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിരപ്പള്ളിയിലേക്ക് എത്താറായിരിക്കും. അതേ കണ്ടോ, ഈ ചുറ്റിനും കാണുന്ന ഒരു തെങ്ങ് പോലത്തെ ഒരു സാധനങ്ങൾ, തെങ്ങാണ് എന്നാന്ന് എനിക്ക് അറിയാൻ പാടുണ്ടോ. എന്റെ അറിവില്ലായ്മ നിങ്ങൾ ക്ഷമിക്കണം. അത് ഈ കാണുന്ന സംഭവമല്ലേ, തെങ്ങായിട്ട് തോന്നുന്നു. തെങ്ങിന്റെ തന്നെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് നമ്മൾ കണ്ടിട്ടില്ല, ഇതിന് ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ കണ്ടിട്ടില്ല. അപ്പൊ ഈ ഒരു ഇത് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റും. അത് അതിരപ്പള്ളിയിൽ വരുമ്പോൾ മുഴുവനും അത് എത്താറായിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് മരങ്ങൾ നമുക്ക് കാണാം. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതിരപ്പള്ളി എത്താറായി എന്നുള്ളൊരു ഫീൽ കിട്ടി. അപ്പൊ ഞാൻ ചുമ്മാ വണ്ടിയെ നിർത്തിയാണ്. പിന്നെ ചെക്ക് പോസ്റ്റ് ഒക്കെ കടന്ന് വരാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായി. നമുക്ക് സമയം ഒരുപാട് ലാഗൊന്നും അടിച്ചില്ല, നമ്മൾ പെട്ടെന്ന് ചെക്ക് പോസ്റ്റ് കടന്ന് പോകുന്നു. ഇനിയിപ്പോൾ വൈകുന്നേരം 7 മണി വരെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് തിരിച്ച് ഈ റൂട്ട് തന്നെ എനിക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ചാലക്കുടി അങ്കമാലി വഴി പോകേണ്ട ആവശ്യമില്ല. അത് ഭയങ്കര ചുറ്റിപ്പാണ്, കാരണം എനിക്ക് കോവളത്തേക്കാണ് പോകേണ്ടത്.
അപ്പൊ എന്തായാലും അത് ഭാഗ്യമായി പോയി. അപ്പൊ ഇനി നമുക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിൽ എന്ന് പറയുന്ന ഒരു അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മനോഹരമായിട്ടുള്ള വ്യൂ ഒക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് അവിടെ 2 മിനിറ്റ് ഇരുന്ന് 2 പാട്ടൊക്കെ വെച്ച് ചില്ലടിച്ച് വൈബായി അങ്ങനെ ഒരു സെറ്റപ്പ് ഇട്ടിട്ട് നമുക്ക് അവിടുന്ന് പരിപാടിയൊക്കെ അവസാനിപ്പിക്കാം. അപ്പൊ നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. ഇനി വളരെ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അപ്പൊ നമുക്കിനി യാത്ര സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ പോലെ പൊളിക്കുകയാണ് പോയേക്കാം പോന്നു. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ നമ്മളിങ്ങനെ ഫോറസ്റ്റിലൂടെയുള്ള റൈഡ് ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോ അതിരപ്പള്ളിയിൽ വന്നിരിക്കുകയാണ്. അതിരപ്പള്ളിയിൽ നമ്മളിപ്പോ സിൽവർ സ്റ്റോമിന്റെ മുമ്പിലാണ് നമ്മൾ പോന്നിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് നമുക്ക് ഇനി അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് മുമ്പിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സമയപരിധി മൂലം അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുകയില്ല. കാരണം അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഏകദേശം 6:45 കഴിയും. 6:30 കഴിയുമ്പോഴേക്കും നമ്മുടെ ചെക്ക് പോസ്റ്റ് നമുക്ക് കടത്തി വിടില്ല. അതുകൊണ്ട് അങ്ങോട്ടുള്ള യാത്ര ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഒരു ചായ കുടിച്ച് ഇവിടെ തൊട്ടടുത്തൊരു പാലമുണ്ട്. ആ പാലത്തിൽ നിന്നൊരു വ്യൂ ഒക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ ചെറിയ കാഴ്ചകളിലേക്ക് വിട്ട് ഇവിടുത്തെ ചെറിയ വൈബൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ തന്നെ കൂടാം. അതിരപ്പള്ളിയിൽ വന്ന ഈ തട്ടുകട കണ്ടപ്പോഴേക്കും വല്ലാത്തൊരു വിശപ്പ്. നല്ല അടിപൊളി മുട്ട ബജിയും മുളക് ബജിയും അതുപോലെ ഒരുപാട് ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു അടിപൊളി ഒരു ഹോട്ടലാണത്. ഹോട്ടലല്ല, തട്ടുകട സെറ്റപ്പ് എന്നൊക്കെ പറയാം. അപ്പൊ ഇവിടെ കുറച്ചു നേരം റിലാക്സ് ചെയ്ത് നിന്ന് മുട്ട ബജിയൊക്കെ മേടിച്ച് കഴിച്ച് ഒരു ചായ കുടിച്ച് കുറച്ചു നേരം ചില്ലടിച്ച് നിന്നിട്ടാണ് ഇനി അടുത്ത പരിപാടിയുള്ളൂ. അങ്ങനെ ചായ കൂടിയും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇവിടെ തൊട്ടടുത്തായിട്ടൊരു പാലമുണ്ട്. അപ്പോൾ പാലത്തിന്റെ ഒരു വൈബൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പാലത്തിലേക്ക് പയ്യെ നടക്കുവാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കുറേ ചേട്ടന്മാർ ഇവിടെ നിന്ന് ചൂണ്ടയിടലും അങ്ങനെ തമ്പടിച്ചിരിക്കലേക്കാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ ആ കാഴ്ചകളെ കണ്ട് കുറച്ചു നേരം ഇവിടെ നമ്മൾ തമ്പടിച്ച് ഞാനും ഇരിക്കുകയാണ്. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു വൈകുന്നേരത്തെ വൈബ്. ഇതിപ്പോ അതിരപ്പള്ളി വെറ്റിലപ്പാറ പാലമാണ്. ഈ പാലത്തേക്ക് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നടന്നപ്പോൾ പെട്ടെന്നാണ് എനിക്ക് തോന്നിയത്, അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാതെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. പെട്ടെന്നുള്ളൊരു തോന്നലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ചാലക്കുടി വഴി പോകേണ്ടി വന്നാലും കുഴപ്പമില്ല, അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഇനിയിപ്പോൾ ചെക്ക് പോസ്റ്റ് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുവഴി പോയിരിക്കും. അങ്ങനെ നേരെ പോകുന്ന വഴിക്ക് നമ്മുടെ അതിരപ്പള്ളി അഡ്വഞ്ചർ പാർക്കിൻ്റെ മുമ്പിൽ വണ്ടിയെ നിർത്തി ഇവിടെ കുറച്ചു നേരം കാഴ്ചകൾ കണ്ട് 2 മിനിറ്റ് നിന്നിട്ട് വീണ്ടും നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഗൈസ്. അങ്ങനെ അതിരപ്പള്ളിയിൽ വന്നപ്പോഴേക്കും സമയം ഒരു 5:30 ആയി. അപ്പോഴേക്കും നമ്മുടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ക്ലോസ് ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ വെള്ളച്ചാട്ടം പാസ് എടുത്ത് കാണാൻ പറ്റില്ല. അത് കാരണം ഇവിടെ നിന്നുണ്ട് ആൾക്കാർ നോക്കി കാണുന്ന പോലെ ദൂരെ നിന്നുണ്ടെങ്കിൽ നോക്കി കാണാം. ഇനിയിപ്പോൾ അതേ ഒരു മാർഗ്ഗമുള്ളൂ. അതെങ്കിലും കാണാൻ സാധിച്ചുല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ എല്ലാ വൈബുകളും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പൊ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടു, വനത്തിന്റെ ഉള്ളിലേക്കുള്ള റൈഡും ചെയ്തു, നമ്മൾ അതിരപ്പള്ളിയുടെ ആ ഒരു വൈബ് നമ്മളിങ്ങനെ ഒപ്പിയും എടുത്തു. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. നമ്മുടെ എല്ലാ ചാനലുകളും ടാറ്റ ബൈ ബൈ, സീ യു, ലവ് യു.